ഹലോ ഗായ്സ്, നമുക്ക് ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ബാച്ചിലേഴ്സിന് വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏകദേശം 1 കിലോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതിനുശേഷം അതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണ്, ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ തിരുമ്മി മാറ്റി വെക്കുക. ഏകദേശം ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ മസാലയൊക്കെ അതിൻ്റെ അകത്ത് പിടിക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കടായിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 4 സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ യെല്ലോ കളർ ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടിയതിന് ശേഷം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഏകദേശം 2 തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. തക്കാളി നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 2 പച്ചമുളകാണ്, അത് ഇതിലേക്ക് ഇടുന്നു. ഈ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് പച്ചക്കുത്ത് മാറുന്ന വരെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഒരു ചിക്കൻ മസാലയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നു. മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഉള്ളി മസാല എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിനി ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഗരം മസാലയാണ്. കുറച്ച് ഗരം മസാല ആവശ്യത്തിന് ആഡ് ചെയ്തതിന് ശേഷം അതും കൂടെ ജസ്റ്റ് ഒന്ന് മുപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ചിക്കനും ഈ ഗ്രേവിയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് വേവിക്കുക. 20 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് നമുക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. തീ ഓഫ് ചെയ്ത് മല്ലിയില ഇടുക. നമുക്കിടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ബാച്ചിലേഴ്സ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.